അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തായിരുന്നു. ബ്ലോക്ക് ഒക്കെ എടുത്ത കേസിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക്കൽ സിമ്പിൾസ് കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അത് ക്ലിയർ ആയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു വർക്കാണ് കാണിച്ചു തരുന്നത്. ഇത് ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ്. കുറച്ച് ക്ലാസ് കുറച്ച് തിയറി പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ നമുക്ക് സിവിലാര് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരക്കാൻ ബേസിക് ആയിട്ട് വരക്കാനെങ്കിൽ അറിയണം. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടി നമുക്ക് എക്സൽ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്ലാൻ ജസ്റ്റ് വരച്ചു കൊടുക്കാം. എക്സൽ ലൈൻ എടുത്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെ വരച്ചതിന് ശേഷം നമ്മൾ വാൾ തിക്നെസ് നമുക്ക് 24 വരുന്നത് സെന്റിമീറ്ററിൽ കേട്ടോ. അപ്പൊ ആ വാൾ തിക്നെസ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് എത്ര ആണെന്നുള്ളത് ഓഫ്സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡ്രോയിങ് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പ്ലാൻ എങ്കിലും ജസ്റ്റ് വരക്കാനൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 1 minute. ഓക്കെ, ഒരു പ്ലാൻ എങ്കിലും വരക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പൊ ഈ ഒരു വർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പ്ലാനിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ എക്യുപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ ലോഡ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ ഫാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫാനൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഈ ബ്ലോക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ ക്യുക്ക് കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്റെ ഡ്രോയിങ് മാറ്റിയിട്ട് മൾട്ടിപ്പിൾ മാറ്റിയിട്ട് ബ്ലോക്ക് റെഫറൻസ് വെക്കുക. എന്നിട്ട് ഈക്വൽ ഇവിടെ ബൈ നെയിം കൊടുക്കാം. പ്രോപ്പർട്ടീസ് നെയിം കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഒരു എന്താണ് നമ്മളെ എക്യുപ്മെന്റ്, അതിനിപ്പോ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് ഇവിടെ നമുക്ക് സെലക്ഷൻ കാണിച്ചു തരും. ക്ലിയർ ആയില്ലേ? 10 ഐറ്റംസ് നമുക്ക് ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. സ്പീക്കറൊക്കെ വേറെ ഒരു ഇതിലാണ് എടുക്കുന്നത്. നമുക്കിവിടെ ഫാനൊക്കെ ഞാൻ നമ്മളെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അങ്ങനെ ആ കൗണ്ട് എടുക്കാൻ വേണ്ടിട്ട്, അല്ലാന്ന് നോർമലി ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ. ഇപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്യണതും ബ്ലോക്ക് ചെയ്യണതും തമ്മിലെ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് കൗണ്ട് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് എഡിറ്റർ അല്ലാതെ മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ബ്ലോക്ക് എഡിറ്റർ, എങ്ങനെ ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസിലും. അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ലോഡ് ഡീറ്റെയിൽസും മീറ്റർ ബോർഡിന്റെ പൊസിഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതിന്റെ PDF ഉണ്ട്. നമുക്ക് എത്ര മീറ്റർ വെക്കേണ്ടത് അതൊക്കെ ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസും സിമ്പിൾസും കാര്യങ്ങളൊക്കെ PDF വേണ്ടവരും ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനാണ് വരക്കുക. സിമ്പിൾസ് ഇപ്പോ നമുക്ക് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മളെ ഇഷ്ടത്തിന് കുറച്ച് സിമ്പിൾസ് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വരച്ച് കാണിക്കാം. ഇപ്പൊ ഇവിടെ കണ്ട ഇവിടെ സ്വിച്ചസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഇവിടെ പ്ലഗുകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ പ്ലഗിന്റെ വാട്ടേജ്, പവർ പ്ലഗിന്റെ വാട്ടേജ്, ഒരു ട്യൂബ് ലൈറ്റിന്റെ വാട്ടേജ്, ഒരു ഫാനിന്റെ വാട്ടേജ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. ഓക്കെ, നമുക്ക് എത്ര വാട്ടേജ് ആണ് ടോട്ടൽ വരുന്നത്. ഒരു സീലിംഗ് ഫാൻ 60 വാട്ടേജ് ആണ്. സീലിംഗ് ഫാൻ ഒരു എക്സോസ്റ്റ് ഫാൻ 60 വാട്ടേജ് ആണ്. ഒരു ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ് ഫാൻ ആണ് 120 വാട്ടേജ് ഒക്കെ ആണ്. AC എന്ന് പറഞ്ഞത് ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1500 വാട്ടാണ്. ഓക്കെ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരു HP മോട്ടർ എന്ന് പറഞ്ഞാൽ 756 വാട്ടാണ്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ റെഫർ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം. പല കമ്പനികളും പല വാട്ടേജിലുള്ള ബൾബ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാം. ഒരു നോർമൽ പ്ലഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 60 വാട്ടിന്റെ പ്ലഗ് ആണ് വരുന്നത്. പവർ പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പവർ പ്ലഗ് ആണെങ്കിൽ 500 വാട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു 9 വാട്ടിന്റെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. KCB-ലായാലും സബ്മിറ്റ് ചെയ്ത് അവർ വന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ പുതിയൊരു ഹൗസ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ അവർ നിശ്ചയിക്കാം. 11K മുകളിൽ പോയി കഴിഞ്ഞാൽ അത് 3 ഫേസിലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണ്ട. ആ ഒരു വാട്ടേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നമ്മൾ ഈ പ്ലാൻ വരച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് നമ്മ ഇഷ്ടമുള്ളതല്ല, അവിടെ ലോഡ് അതിനനുസരിച്ച് നമ്മോട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷെഡ്യൂൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. ചിലർ അത് എക്സലിൽ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓയിലി ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. ഓയിലി ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സൽ ഷീറ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാ, സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള സിമ്പിൾസ്. ഇപ്പൊ സിമ്പിൾസ് സ്റ്റാൻഡേർഡ് സിമ്പിൾ ഉണ്ട്. ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള കുറെ സിമ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാൻഡേർഡൈസ് സിമ്പിൾസ് നമുക്ക് അറിയില്ല, അല്ലാതെ നമുക്ക് പലതും പല ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്ടത്തിന് ഒരു സിമ്പിൾ വരക്കുക. എന്നിട്ട് അവിടെ ലെജൻഡ് ഇവിടെ ഈ കാര്യങ്ങളൊന്നും എഴുതിയില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ സിമ്പിൾ
ലെജൻഡ് എന്നാ പറയാ, ലെജൻഡ് ക്രിയേഷൻ. നമുക്കിവിടെ സിമ്പിൾ എന്താണ് അത് സ്പെസിഫൈ ചെയ്യണതെന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇവിടം വരാൻ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മ എക്സലിനാണ് ഇമ്പോർട്ട് ചെയ്യുക. ഇതില് നമ്മ ടേബിൾ ആയിട്ട് വരച്ചിട്ടുണ്ടെന്ന് ഉള്ളു. എക്സലിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ വാട്സ് എത്രയാണ്, എത്ര ഇതാണ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതണം. ക്വാണ്ടിറ്റി എത്രയാണ്, ടോട്ടൽ വാട്ടേജ് എത്രയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻറ്റു ചെയ്തിട്ട് വേണം ടോട്ടൽ വാട്ടേജ് എഴുതാം. എന്നിട്ടാണ് നമ്മളിവിടെ വാട്ടേജ് കൺവേർട്ട് കാണാം. ഇപ്പൊ 1 കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വാട്ടേജ് ആണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ PDF പറഞ്ഞിട്ടുണ്ട്. ആ PDF നോക്കാണ്ട് അയച്ചു തന്നുള്ള PDF എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പരമാവധി റൂൾസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളെ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നത് നമുക്കിപ്പോ ഒരു കമ്പനിയിൽ. പിന്നെ നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രം ഒക്കെ വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ DB ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ DB ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കാട്ടാ. എന്തൊരു എക്യുപ്മെന്റ് ആയാലും ഡബിൾ എർത്ത് ചെയ്യണം. ഞാൻ അന്നത്തെ ബ്ലോക്ക് ക്രിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസി ആയാലും എല്ലാത്തിനും ഡബിൾ എർത്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ചസ് ജസ്റ്റ് കാണിക്കാം. ഈ ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ചസ് ഇവിടെ എന്ത് ചെയ്യാൻ കാണിച്ചിട്ട് നമുക്ക് സ്പ്ലെയിൻ ടൂൾ ഇല്ല, നമ്മൾ എടുത്ത സ്പ്ലെയിൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആ സ്വിച്ചിക്കുള്ള കണക്ഷനും അല്ലാന്നുണ്ടെങ്കിൽ DBക്കുള്ള കണക്ഷനും ഒക്കെ ഇങ്ങനെ സ്പ്ലെയിൻ ടൂൾ വെച്ച് കാണിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് KCB സബ്മിഷൻ ഡ്രോയിങ് ആയ കാരണം വയറിംഗ് ആയിട്ട് നമുക്ക് വരുന്നില്ല. നമുക്കൊരു ട്രാൻസ്ഫോമർ കണക്ഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെയാണ് സ്കീമാറ്റിക്കും കാര്യങ്ങളും അല്ലാതെ ഒരു ജനറേറ്റർ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സ്കീമാറ്റിക് ഡയഗ്രം സബ്മിറ്റ് ചെയ്യുക. ആ ഒരു സിസ്റ്റത്തിന്റെ സ്കീമാറ്റിക് ഡയഗ്രം എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അവർ സാങ്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അവരൊന്ന് ചെക്ക് ചെയ്യും അല്ലാതെ പോയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ഇൻ കേസ് ഇവിടെ DB എങ്ങോട്ടാ പോയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഓരോ MCB സെപ്പറേറ്റ് ഇവിടെ മാർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് നമ്മളെ ഓരോ DBയുടെ അകത്തെ MCB നമ്മൾ സിംബലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. കണ്ടിട്ടുണ്ടാവും, ഇതിൽ വർക്ക് ചെയ്തവർക്ക് അറിയാം. ഇപ്പൊ ടൂൾ പാലറ്റിൽ നമുക്ക് അതിന്റെ സിംബൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൂൾ പാലറ്റിൽ നമുക്ക് ഇലക്ട്രിക്കൽ ആ സിംബൽസ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും കേട്ടോ. ഒരു പുഷ് സ്വിച്ച് MCB ഒക്കെ സിംബലുകളൊക്കെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആ വർക്ക് അയച്ചു തരാം കേട്ടോ. ഒരു DBയുടെ ഒക്കെ വർക്ക് അയച്ചു തരാം, റെഫർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ വാട്ടേജ് ഒക്കെ കണ്ടിട്ട് നമ്മളൊരു ടേബിളിൽ പ്ലോട്ട് ചെയ്ത് പ്രിന്റ് എടുക്കണം. അപ്പൊ ഈ പ്രിന്റിങ്ങിന് വേണ്ടി നമുക്ക് കുറെ മെത്തേഡുകളുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സിംബലുകളും അല്ലാതൊക്കെ ഒന്ന് നോക്കാടാ. ഈ പ്രിന്റിങ് മെത്തേഡുകൾ കുറെ ടൈപ്പ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിമിറ്റിനകത്ത് വെച്ച് പ്രിന്റ് ചെയ്യാം. അതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ലിമിറ്റ് പറഞ്ഞപ്പോൾ എടുത്തെന്ന് തോന്നുന്നുണ്ട്. അതല്ലാണ്ട് നമുക്കിപ്പോ ഈ ഡിസ്പ്ലേ ഉള്ളത് മൊത്തം പ്രിന്റ് എടുക്കാന്നുണ്ടെങ്കിൽ Ctrl+P അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഏതാ സൈസ് വേണ്ടത് എല്ലാം കൊടുക്കുക. ഇവിടെ ഡിസ്പ്ലേയിൽ ഇവിടെ ലിമിറ്റ് കൊടുക്കുക, വിൻഡോ കൊടുക്കുക. വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ അകത്ത് മാത്രം നമുക്ക് പ്രിന്റ് ആയിട്ട് വരും കേട്ടോ. ഓട്ടോകാറ്റ് PDF ആണെന്നുണ്ടെങ്കിൽ PDF കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രിവ്യൂ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിന്റെ അകത്തുള്ളത് നമ്മ വിൻഡോ വരച്ചത് എങ്ങനെയാണോ അതുപോലെ വരും. ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള മൊത്തം നമുക്ക് ആ ഒരു സ്ക്രീനിൽ വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത്. ഡിസ്പ്ലേ എവിടെയാണോ പൊസിഷൻ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് വരാം കേട്ടോ. അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള പ്രിന്റിങ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ വന്നിട്ടാണ് പ്രിന്റ് എടുക്കുക. അപ്പൊ ഓൾറെഡി നമ്മൾ ഈ ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് പുതിയ ലേഔട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാട്ടോ. അപ്പൊ ഇവിടെ പ്ലസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ടുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഈ ലേഔട്ടിൽ നമുക്ക് വേണമെങ്കിൽ റീനെയിം ഒക്കെ ചെയ്യാം. റീനെയിം ചെയ്തിട്ട് നമുക്കിപ്പോ ഒരു പ്ലാനിന് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ ലേഔട്ടിന് നമുക്ക് ഓൾറെഡി ഒരു കറന്റ് വ്യൂ പോർട്ട് ഉണ്ടാവും. ഇതിനെ പറയാ വ്യൂ പോർട്ട് എന്നാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും മോഡൽ സ്പേസിൽ വച്ച് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തത് മോഡൽ സ്പേസിന്റെ അകത്താണ് നമ്മ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് പുറത്തോട്ട് പറയുന്നുണ്ടെങ്കിൽ പുറത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ പേപ്പർ സ്പേസിലേക്ക് വന്നു. മോഡൽ സ്പേസിന്റെ അകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേഔട്ടിൽ ഒന്ന് വർക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്യാം. പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എക്സിറ്റ് ആവും. ഓക്കെ, എന്നിട്ട് ഇതിന് നമുക്ക് ഇപ്പൊ ഈ വ്യൂ പോർട്ടിന് നമുക്ക് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല വന്നിട്ടുള്ളത്. സിസ്റ്റം ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വ്യൂ പോർട്ട്. അപ്പൊ ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് പേജ് ഒക്കെ സെറ്റ് ചെയ്യണം. എത്ര പേജ് വേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കണം. അപ്പൊ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ലേഔട്ടിന്റെ മുകളിൽ റൈറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഇവിടെ പേജ് സെറ്റപ്പ് മാനേജ് എന്നൊരു ഓപ്ഷൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലേഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് എടുക്കുന്നുണ്ടോ പേജ് സെറ്റപ്പ്. എന്നിട്ട് ആ ലേഔട്ടിന്റെ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് എടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് A4 ആണോ, ഞാനിവിടെ A3 കൊടുക്കാണ്. അപ്പൊ A3 എന്ന് പറയുമ്പോൾ 420x297 ലാൻഡ്സ്കേപ്പിലാണ് ഞാൻ കൊടുക്കുന്നത്. ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് എന്താണെന്ന് അറിയുന്നുണ്ടാ. അപ്പൊ പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുത്തനാണ് വരാം, കണ്ട. നമ്മ ഇത് ക്ലോസ് ചെയ്യണ വഴിക്ക് കണ്ട കുത്തനായിരിക്കും നമുക്ക് പോർട്രേറ്റിൽ പ്രിന്റിങ് വരാം. നമ്മൾ സാധാരണ കോമൺലി ഇലക്ട്രിക്കൽ ആയാലും എന്ത് പ്രിന്റ് എടുക്കുമ്പോഴും ഒരു ടെക്നിക്കലായിട്ട് പ്രിന്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് പ്രിന്റ് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ലാൻഡ്സ്കേപ്പിലാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് പേജ് സെറ്റപ്പ് മാനേജറിൽ വരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മോഡിഫൈ പറഞ്ഞിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് ആക്കി കൊടുത്ത് ഓക്കെ പറയാം. അപ്പൊ ഇവിടെ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് വന്നു, മനസ്സിലായി. ലാൻഡ്സ്കേപ്പിൽ അങ്ങനെ എല്ലാ പേജും നമുക്ക് വേണ്ട പേജുകളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ മോഡൽ സ്പേസിൽ ഒരു ഫിഗേഴ്സ് വരച്ചു. മോഡൽ സ്പേസിൽ നമുക്കിപ്പോ 2 ഫിഗേഴ്സ് വരച്ചു കഴിഞ്ഞാല് ഈ ഫിഗർ എന്ത് ചെയ്യണം, എനിക്ക് ലേഔട്ടിൽ കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇവിടെ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്ത് തന്നെ റെക്ടാംഗുലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റെക്ടാംഗുലർ നമ്മ ആ വ്യൂ പോർട്ട് നമ്മൾ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യണം. റെക്ടാംഗുലർ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ടാണ് MV, മൾട്ടിപ്പിൾ വ്യൂ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ MV എൻ്റർ അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോ കറക്റ്റ് ഇതിലൊരു ഒറ്റ വ്യൂ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ MVയുടെ സബ് ഓപ്ഷൻ ആയിട്ട് ഫിറ്റ് കൊടുത്താൽ മതി. അപ്പൊ ആ ഫിറ്റിന്റെ ഉള്ളിൽ എന്തായിരിക്കും, നമ്മൾ ആ സൈസിൽ കറക്റ്റ് ആയിട്ട് വരും. നമുക്കിപ്പോ മൾട്ടിപ്പിൾ വ്യൂ ഒരു ഇതില് ഒരു വ്യൂവിൽ നമുക്ക് ഒരു സർക്കിൾ കൊടുക്കാം. അതായത് MV അടിച്ച് എൻ്റർ അടിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ഇങ്ങനെ വെച്ചതിന് ശേഷം മോഡൽ സ്പേസിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് ഇതിൽ ഒരു സർക്കിൾ കൊടുക്കാം. അടുത്ത വ്യൂവിൽ എന്ത് ചെയ്യാം, വേറെ നമുക്ക് സർക്കിൾ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് വ്യൂ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം MV അടിച്ച് എൻ്റർ അടിച്ചോടെ ഫിറ്റാ കൊടുക്കുന്നത്. ഫിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റ് കൊടുത്തു. ഇപ്പൊ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മോഡൽ സ്പേസിൽ എൻ്റർ ചെയ്യുന്നതിന് പകരം നമ്മൾ MS-PS എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. MS എന്ന് പറഞ്ഞാൽ മോഡൽ സ്പേസ്. അപ്പൊ MS എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മോഡൽ സ്പേസിലേക്ക് എൻ്റർ ആയി. മോഡൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കറന്റ് മോഡൽ സ്പേസിന്റെ അകത്താണ്, കണ്ട. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇതിന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PS എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. അപ്പൊ നമ്മ MS-ൽ വന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ സൈസ് ചെയ്ത് വെക്കാം. അപ്പൊ സൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സൈസ് ചെയ്ത് വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇതിനെ സെലക്ട് ചെയ്ത് ഈ വ്യൂ പോർട്ടിനെ സെലക്ട് ചെയ്ത് ഇവിടെ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ട. പിന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിന്റെ പൊസിഷൻ. അപ്പൊ നമ്മളൊരു വ്യൂ മൾട്ടിപ്പിൾ വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വ്യൂവിലും നമ്മ സെലക്ട് ചെയ്ത് ആ വ്യൂവിനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റില്ല. അൺലോക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. അതിന് നമുക്ക് വേണമെങ്കിൽ സ്കെയിലിംഗ് ചെയ്യാം. അതായത് ഇപ്പോ ഒരു 1000 മീറ്റർ ഉള്ള ഒരു റോപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് 1000 മീറ്റർ ഉള്ള ഒരു വയറ പോകുന്നുണ്ട്, കേബിള് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിൽ എന്തായാലും പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാലോ, നമ്മളെ ക്യാഡിന് ലിമിറ്റ് ഉണ്ട്. നമ്മൾ 420x297 എന്ന് പറയണ MM-ൽ ഇട്ട് ചെയ്യുമ്പോ അതിന്റെ അകത്ത് ഇത് എന്തായാലും കൊള്ളില്ല മീറ്റർ കണക്ക് വരുമ്പോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്കെയിൽ ചെയ്യും, റെഡ്യൂസ് ചെയ്യും. 1:2 1:3 എന്നൊക്കെ പറഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്യും. 1000 നമുക്കിപ്പോ 1:100 ഇതാക്കിയിട്ട് 10 ആയിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ സ്കെയിലിംഗ് ചെയ്യാം. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം, സ്കെയിൽസ് ആർ സ്കെയില് 1:10 എന്ന്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനോട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കെയിലിംഗ് ചെയ്യാം കേട്ടോ. ഇപ്പൊ 1:50 എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ചെറുതായി, മനസ്സിലായില്ല. നമ്മിത് കൃത്യമായിട്ട് അളന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അളന്ന് നോക്കുമ്പോൾ കൃത്യമായിരിക്കും. ഓക്കെ, നമുക്ക് അത് കൃത്യമായിട്ട് നമുക്കിപ്പോ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുന്ന പോലെ തന്നെ നമ്മ ആ സ്കെയിൽ എടുത്ത് അളക്കുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും ആ 10 എന്നുള്ള അളവ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിലിംഗ് പോസിബിൾ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്കെയിലിംഗ് ഇതിലും പോസിബിൾ ആണ്. 1:100 എന്ന് പറഞ്ഞാല് നമുക്ക് ആ വ്യൂ പോർട്ടിനെ സ്കെയില് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ സ്കെയിലിംഗ് പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ സപ്പോസ് നമ്മ ഇമേജ് നമ്മ വരച്ചു വന്നപ്പോ ഒരു വ്യൂ പോർട്ടിൽ തന്നെ കൊള്ളിക്കാൻ ചിലപ്പോ പറ്റിന്ന് വരില്ല. ഇവിടെ ഒരു സർക്കിൾ ഇരിക്കുന്നുണ്ട് മോഡൽ സ്പേസിൽ. ഇത് ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കിൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ ഒരു വ്യൂ പോർട്ടിൽ കൊള്ളിക്കാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നീക്കി വെക്കണം. നീക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ നീക്കി വെക്കാം. അതിന് നമുക്ക് ഇവിടെ മോഡിഫൈയിൽ ഒരു ടൂൾ ഉണ്ട്. നമുക്ക് ചേഞ്ച് ടു സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ടു സ്പേസ് എന്ന് പറഞ്ഞാല്
ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ മൂന്നിനൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കലുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു മോഡൽ സ്പേസിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് മോഡിഫൈയിൽ ചേഞ്ച് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. വേണ്ട CHS എന്നാണ് ഷോർട്ട് കട്ട്. അപ്പൊ എന്തായിരിക്കും ഇത് മോഡൽ സ്പേസിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നമ്മളെ പേപ്പർ സ്പേസിൽ വരും. ഇപ്പൊ നമ്മൾ മോഡൽ സ്പേസിലല്ല നിൽക്കുന്നത്, പേപ്പർ സ്പേസിലാണ്. നമുക്ക് എന്തായിരിക്കും സൂം ഔട്ട് സൂമിനാവണം മോഡൽ സ്പേസ് ഡബിൾ ക്ലിക്ക് ചെയ്യാല്ല. അങ്ങനെ MS അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും സൂമിനാവും. നമുക്ക് വേണ്ട സ്ഥലത്ത് പൊസിഷൻ ചെയ്യാം. ഇനി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പർ സ്പേസിൽ നിന്ന് തിരിച്ച് മോഡൽ സ്പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ പേപ്പർ സ്പേസിൽ വന്നിട്ട് സെലക്ട് ചെയ്ത് മോഡിഫൈയിൽ ചേഞ്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത Ctrl+P അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇപ്പൊ PDF ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് പ്രിവ്യൂ പറയാ, പ്രിന്റ് പറയാ. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ പ്രിവ്യൂ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ വരച്ചത് ഓക്കെ ആണോ. എന്നിട്ട് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളെ ലേഔട്ടിന്റെ ഗുണം. ഇനി ലേഔട്ടിൽ ഇപ്പൊ ടൈറ്റിൽ ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ ടൈറ്റിൽ ബ്ലോക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഓരോ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ടൈറ്റിൽ ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓൾഡ് സ്കൂളത്തെ ടെക്നിക്കാണ്. ഓൾഡ് സ്കൂൾ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മളെ ആട്രിബ്യൂട്ടിന്റെ സഹായത്തോടാണ് ചെയ്യുക. അല്ലാതെ ടേബിൾ ഇല്ലേ, നമ്മളെ മോഡൽസ് ഇവിടെ നമ്മൾ ടേബിൾ എടുക്കും, സ്പെസിഫൈ വിൻഡോ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലേഔട്ടിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ടേബിൾ എടുക്കും. നമ്മളെ ടേബിൾ എടുത്തിട്ട് സ്പെസിഫൈ വിൻഡോ കൊടുക്കും. ഡ്രോയിങ് ഓളം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇപ്പൊ നമുക്ക് ഈ ഒരു സ്പേസിൽ ഇമേജ് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വരെ ഇങ്ങനെ സെലക്ട് ചെയ്യും. ക്ലിയർ ആയോ? 1 മിനിറ്റ്. ഓക്കെ, നമ്മ ജസ്റ്റ് ഒരു 2 വട്ടം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു മഞ്ഞ ബോക്സ് സെലക്ട് ആവും. അതിന് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ മെർജ് ചെയ്യും. മനസ്സിലായില്ലേ? ഇവിടം വരെ ഇവിടുന്ന് നമ്മ അതിനെ മെർജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇവിടം വരെ നമ്മുടെ മെർജ് സെൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. മെർജോൾ കൊടുത്താൽ നമുക്ക് അവിടം വരെ നമുക്ക് എന്തായിരിക്കും മെർജ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹെഡിങ് എഴുതും. എന്താണ് നമ്മളെ ഹെഡിങ്, എന്താണ് സംഭവം അത് എഴുതും. പിന്നെ ഇവിടെ MB അടിച്ചിട്ട് നമ്മളെ ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മളെ മോഡൽ സ്പേസിൽ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വന്നിരുന്നോളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പൊ കമ്പനിയുടെ ലോഗോ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമ്മളുടെ മെർജോൾ കൊടുക്കും. ഡിലീറ്റ് അല്ല, ഇത്രയും ഭാഗം എന്ത് ചെയ്യാം, മെർജ് ഓള് കൊടുത്തിട്ട് ഇവിടെ കമ്പനിയുടെ ലോഗോ ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഡ്രോൺ ബൈ ചെക്ക്ഡ് ബൈ എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ആരാ വരച്ചത്, ആരാ ചെയ്തത്, അതെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് വരക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് ടേബിൾ വെച്ച് ചെയ്യുന്നത്. അത് റയറാണ്, ടേബിൾ വെച്ച് സാധാരണ ചെയ്യാറില്ല. ഓരോ കമ്പനിക്ക് അവരുടെ ടെംപ്ലേറ്റ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഉള്ള ടെംപ്ലേറ്റ്. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ ആട്രിബ്യൂട്ട് വെച്ചിട്ട് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മ ആദ്യം നമ്മളെ സൈസിൽ ഇപ്പൊ A3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈമെൻഷൻ കൊടുത്തിട്ട് ആ സൈസിൽ വരച്ചു കൊടുത്തു. ലൈൻ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വരച്ചു കൊടുക്കും. ഇതിനൊരു സ്റ്റാൻഡേർഡ് അളവുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കാൻ നമുക്ക് കിട്ടും. സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറഞ്ഞാൽ പല കമ്പനികൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അവരെ അളവുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഇപ്പൊ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ, പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഓഫ്സെറ്റ് എൻ്റർ കൊടുത്തിട്ട് ഇവിടെ ഡേറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇവിടെ നമുക്ക് ആ ഇമേജ് യൂണിറ്റും സെന്റിമീറ്ററും അല്ലാതെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആട്രിബ്യൂട്ട് ആണ് ആഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ടെക്സ്റ്റ് എഴുതും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ,
മൾട്ടി ലൈൻ സിംഗിൾ ലൈൻ എടുത്തിട്ട് ഇവിടെ ഡേറ്റ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചോട്ടാ. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതിക്കോ. ഓക്കെ, ഡേറ്റ് എഴുതി ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ. ഡേറ്റ് എഴുതി ഇനി ഇതിനെ തന്നെ കോപ്പി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഇനി ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് ചെക്ക്ഡ് ബൈ ആരാ ചെക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടാ. ഓക്കെ, ചെക്ക്ഡ് ബൈ എന്ന് എഴുതും. ഇനി നെക്സ്റ്റ് എന്തൊക്കെ ഉണ്ടോ പിന്നെ നമുക്ക് ഡ്രോൺ ബൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. ഡ്രോൺ ബൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഇനി ഇപ്പുറത്തെ സൈഡ് ചേഞ്ചബിൾ അല്ല, അവിടെ നമ്മൾ ആട്രിബ്യൂട്ട് വെച്ചിട്ട് എഴുതും. പേറ്റിറ്റി എൻ്റർ എഴുതും. ടാഗില് നമ്മള് എന്താണ് നമുക്ക് ചേഞ്ച് കൊടുക്കേണ്ടത് അതാണ് എഴുതാട്ടോ. ഇവിടെ നമ്മ ടാഗിൽ ഇപ്പോ ഹാഷ് എന്നാണ് എഴുതുക. കറക്റ്റ് ആയിട്ട് നമ്മിങ്ങനെ സ്റ്റാറാ ഹാഷാ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതും. ഇപ്പൊ ഹാഷ് ഇട്ടിട്ടാണ് എഴുതാട്ടാ. ഇനി പ്രോംപ്റ്റില് നമുക്കിപ്പോ ഡേറ്റ്, ഓക്കെ ഡേറ്റ് എന്ന് എഴുതി കൊടുത്തിട്ട് ഡിഫോൾട്ട് നമ്മൾ കൊടുക്കില്ല കേട്ടാ. ഡിഫോൾട്ട് വാല്യൂ കൊടുക്കണ്ട. ജസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്ലേസ് ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും പോയി എടുക്കണം. ഇത് തന്നെ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് ചെക്ക്ഡ് ബൈ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡ്രോൺ ബൈ എന്ന് എഴുതി കൊടുക്കും. ഡ്രോൺ ബൈ എന്ന് എഴുതി കൊടുത്ത് ഓക്കെ പറയും. സ്പേസ് ഒന്നും ഇടാൻ പാടില്ലട്ടാ. കൃത്യമായിട്ട് അതിലെന്താണ് എഴുതിയിട്ടുള്ള അതുപോലെ എഴുതി കൊടുക്കുക. ഡ്രോൺ ബൈ എന്ന് എഴുതും, ഓക്കെ പറയും. ഹാഷിലല്ല ചേഞ്ച് ചെയ്യേണ്ടത്, നമ്മളെ പ്രോംപ്റ്റിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഹാഷിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ടാഗിലല്ല ചേഞ്ച് ചെയ്യേണ്ടത്, നമ്മളെ പ്രോംപ്റ്റിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ടാഗ് കൃത്യമായിട്ട് ഇവിടെ ഹാഷ് കൊടുത്ത് ഇവിടെ ഡ്രോൺ ബൈ എന്ന് സ്പേസ് ഇടാൻ പാടില്ല കേട്ടോ. നമ്മളെ ആട്രിബ്യൂട്ടില് സ്പേസോ വേറെ ഒരു സിമ്പിളോ പാടില്ല. അങ്ങനെ കൊടുക്കും. എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്യും. ബി എൻ്റർ അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ സ്പെസിഫൈ നെയിം ഇപ്പൊ ടൈറ്റിൽ ബ്ലോക്ക് എന്നാണ് ഇതിന്റെ പേര്. ടൈറ്റിൽ ബ്ലോക്ക് കൊടുത്ത് ഓക്കെ പറഞ്ഞു. നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ എഴുതി കൊടുക്കാം. ഫസ്റ്റത്തെ ഡിഫോൾട്ടിൽ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എഴുതേണ്ടി വന്നില്ല. ഡിഫോൾട്ടിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ പറയുമ്പോ അതായിരിക്കും അവിടെ വരാം. ചെക്ക്ഡ് ബൈ ഡേറ്റ്. ഇവിടെ ഇതല്ല കൊടുക്കേണ്ടത്. നമുക്കിപ്പോ തൽക്കാലം ഹാഷ് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ ഷിഫ്റ്റ് ആവുന്നത് ഹാഷ്. ഹാഷ് തന്നെ കൊടുത്തോ. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ചേഞ്ച് ആവും. എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതിനെ ഇൻസേർട്ട് ചെയ്യും. നമ്മൾ ആ ഒരു ലേഔട്ടിൽ വന്നിട്ട് സൈസ് ഒക്കെ കറക്റ്റ് കൊടുക്കണേ. ആ സൈസ് ഒന്നും കറക്റ്റ് 420 ഒന്നും കൊടുത്തിട്ടില്ല. അതിന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മ പിക് പോയിന്റ് കൊടുക്കാൻ മറന്നു. അപ്പൊ പിക് പോയിന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ, അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബ്ലോക്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാട്ടാ. ബ്ലോക്ക് എഡിറ്റർ എടുക്കാട്ടാ. ഇവിടെ ബ്ലോക്ക് എഡിറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് സെലക്ട് ചെയ്ത് നമ്മൾ ടൈറ്റിൽ കൊടുത്ത് ഓക്കെ പറഞ്ഞ് പിക് ബേസ് പോയിന്റ് ഇവിടെ താഴെ കൊടുക്കാട്ടാ. ക്ലോസ് പറയാം, ചേഞ്ചസ് പറയാം. എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ സ്കെയിൽ ചെയ്ത് വെക്കണം. കറക്റ്റ് സൈസ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു. ഓക്കെ പറഞ്ഞിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യാട്ടാ. ഓക്കെ പറഞ്ഞു. ഇതിനെന്ത് ചെയ്യാ, നമ്മൾ സ്കെയിൽ ചെയ്ത് കൊടുക്കാണ്. ഞാൻ SC അടിച്ചു. നമ്മ എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്ത് കൊടുത്തു. കണ്ട ഇങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പൊ കറക്റ്റ് സൈസിലല്ല ഇരിക്കുന്നത്. കറക്റ്റ് സൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഈ ഡേറ്റിന്റെ വാല്യൂ നമുക്കിപ്പോ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെക്ക്ഡ് ബൈ ഇവിടെ അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ വരും. ഇതാണ് ഓൾഡ് മെത്തേഡ്. ഓക്കെ, ന്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതുപോലെ ലേഔട്ടിൽ ക്രിയേറ്റ് ചെയ്യും. ലേഔട്ടിൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിനെ സേവ് ചെയ്യും. അപ്പൊ Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യാട്ടാ. ഈ സേവ് ചെയ്യുമ്പോൾ ഡ്രോയിങ് ടെംപ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ സേവ് ചെയ്താൽ മതി.
ഇവിടെ വന്നിട്ട് സേവ് ആസ് പറഞ്ഞിട്ട് ഡ്രോയിങ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മ എന്ത് പേര് വേണമെങ്കിലും കൊടുത്ത് നമ്മ സേവ് ചെയ്യും. ഇത് നമ്മളൊരു കമ്പനിയിൽ ഉണ്ടായിരിക്കും ഈ ടെംപ്ലേറ്റ്. ഇപ്പൊ നമ്മൊരു പുതിയ ഡ്രോയിങ്ങിൽ നമുക്ക് അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലേഔട്ടിന്റെ മുകളില് റേറ്റ് ബട്ടൺ അമർത്താം. എന്നിട്ട് ഫ്രം ടെംപ്ലേറ്റ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ടെംപ്ലേറ്റ് എവിടാണ് സെലക്ട് ചെയ്ത് അത് ഓപ്പൺ പറഞ്ഞതിന് ഏത് ലേഔട്ടിലാണ് വേണ്ടത് സെലക്ഷൻ കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ലേഔട്ട് നിറച്ചായിട്ട് നമ്മൾ ആ ടെംപ്ലേറ്റ് ഇവിടെ വരും. ഇത് പല കമ്പനികളിൽ ഈ ടെംപ്ലേറ്റ് ഉണ്ടാവും, അതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല, ഓൾറെഡി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അല്ലാതെ എക്സ്ട്രാ വഴി കൊണ്ടുവന്നിട്ട് ചെയ്യാട്ടാ. നമ്മൾ ഓട്ടോക്കാഡ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ശരി.